ഗൈസ് ചോക്കട സാധനം നോട്ട് ദ പോയിന്റ്. ആശാന് പണി അറിയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് പറയ്. മുഖത്തും ഒരു താജ്മഹാല് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് ഡൂസ് മൈ മേക്കപ്പ് ചലഞ്ച് അല്ലേ. അതായത് എന്റെ മേക്കപ്പ് ഈ മഹത് വ്യക്തി ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നീ തുടങ്ങിക്കോളി. തുടങ്ങ്. അത് ഞാൻ പറഞ്ഞില്ല. ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ നിവ്യന്റെ ഈ മോയ്സ്ചറൈസർ. ഇത് ഒക്കെ പൊട്ടി പൊളിക്കണു. പതുക്കെ പതുക്കട്. നീ അടുത്തെന്താ? അടുത്ത് എന്ത് വെച്ചാ പൗഡർ ലാസ്റ്റ്. കൊറേ സാധനങ്ങളുണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് തെരച്ചില്ലാണ്. പൗഡർ ലാസ്റ്റ്. അടുത്തത് എന്ത്? അടുത്തത് ഇതെന്താണ് സാധനം? ഇത് ലാസ്റ്റ്. എന്താ സാധനം? അത് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഗൈസ്. എത്ര തോളി ഇടുന്നുണ്ട്. എന്തത്? അതൊക്കെ യൂസ് ചെയ്യാൻ അറിയോ? ചുണ്ടടയ്ക്കൂ. ചുണ്ടടയ്ക്കൂ. വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം. കണ്ണടയ്ക്കൂ. ആശാന് പണി അറിയാം. എല്ലാ പണിയും അറിയും. ഓക്കെ, വിജയകരമായി ഫൗണ്ടേഷൻ ഇടല് പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് എന്ത് കൺസീലർ. എന്തിനു ഉപയോഗിക്കുന്നതാ?
ഇത് നമ്മളെ കറുത്ത പാടൊക്കെ കളയാ. ആർക്കും അറിയോ? പിന്നെ എന്താ ഏരിയ കുറച്ച് ചെറുപ്പം ഒന്ന്. അപ്പോൾ ആ കുങ്ങലക്കൽ ഒന്നിടുക, ഇവിടെ ഒന്നിടുക, നെറ്റിൻ്റെ അവിടെ ഒന്നിടുക, ഇവിടെ ഒന്നിടുക, അങ്ങനെ മൂക്കിൻ്റെ അവിടെ ഒന്നിട്ടെടുക്കുക, ചുണ്ടിൻ്റെ താഴത്ത് ഒന്ന് ഇവിടെ ഇവിടെ ഒന്നിട്ടെടുക്കുക, കണ്ണിൻ്റെ ഈ ഭാഗത്ത് എന്താ ഈ ഭാഗമാണോ ഇട്ടെടുക്കുക, ഇത് ഇട്ടെടുക്കുക. വിളിച്ച് കണ്ടാളേ ആ പോകത്ത എന്തിനു മേക്കപ്പിനാ? ഇതിനൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വിളിക്കാത്രയും ഗതികെട്ടവരാരാണ്? ഇവിടെ ഇടുമ്പോൾ തന്നെ കൂർപ്പ് മാറ്റി ഷാർപ്പ് കൂർപ്പ് കൊണ്ട് തീർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഷാർപ്പ് കൂർപ്പ് കൊണ്ട് ഈ സൈഡ് ഇതാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടുപോകും. ക്ലോസ് ദ ഐസ്. ഗൈസ് ഫൈനലി കൺസീലർ ഇട്ട് കൺസീലറൊക്കെ ഇട്ടാ ഇത് ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞതാ. ടച്ചപ്പ് ബാക്കിയുണ്ട്. കഥ ചോദിച്ചില്ല, ഞാനെന്ത് ചെയ്യും? ഫിനിഷിങ് ആയിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഓക്കെ സർ. ഇന്നൊന്നും തുടങ്ങിയ പണിയല്ലത്. എന്ന് തുടങ്ങിയതാ? 10ന്റെ. ഓക്കെ കൺസീലർ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഗൈസ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം. ഇതെന്താ സാധനം? എന്താ? റോസ് ഡയമണ്ട്. ഇത് തിളങ്ങണ സാധനം. നിന്നെ ഞാൻ ഇതിട്ട് തിളാക്കും. ഇതിട്ട് ഞാൻ തിളക്കും. സ്ട്രോപ്പ് ക്രീമോ? നെക്സ്റ്റ് സ്ട്രോപ്പ് ക്രീമാണ് ഗൈസ് കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട്. ഇത് വരുന്നില്ലേ? കഴിഞ്ഞ കൈക്ക് എടുക്ക്. കൈ എന്റെ കൈ കേടല്ലോ. ഉണ്ട. ഇതിങ്ങനെ ആക്കരുത്. ഇതിങ്ങനെ ആക്കുമ്പോൾ പോവും. നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കി എടുക്കുക. അല്ലാതെ തന്നെ പോവും. സാധനം നോക്കി പോവും. ഇത് തിളങ്ങണല്ലേ? അത് മീശൊക്കെ ഒന്ന് പഠിക്കണേ. മീശ ട്രെൻഡാണ് ഗൈസ്. മീശ ഒന്നുമില്ല നോക്കി. മീശ ഒന്നുമില്ല പോയാടുന്നു. ഇതൊന്നും കൂടി പ്രയോഗം വേണം. അടുത്തത് നമ്മൾ എന്താക്കണം? എന്ത്? ഐലൈനർ. അല്ലാ അല്ല, അടുത്ത് നീ എന്താ ഈ എണ്ണന്തപ്പം കൊണ്ടൊന്ന് ഇതാക്കണം. എന്തിനാ? എണ്ണന്തപ്പൊടി പൊടി അവിടെ ഇവിടേക്കുള്ള പൊടി കളഞ്ഞിട്ടാണ് ഞാൻ പണി. ഇതൊന്ന് എണ്ണന്തപ്പല്ലേ അണ്ണന്റെ വാല്. ഇനി കൊറേ സാധനങ്ങളുണ്ട്. പ്ലംസ്. ഇതെന്താ? എന്താ ഇതെന്താ എഴുതിക്കണ? എന്താണ്
എന്താന്നോ അതെന്തായാലും ചോക്കണ സാധനമാണ് കവളോ. ചോക്കണ സാധനം ഇതാണ് ഗൈസ്, ചോക്കണ സാധനം. നോട്ട് ദ പോയിന്റ്, ചോക്കണ സാധനം. എന്തത്? നെറ്റി വെക്കണ്ട, മൂക്ക് ഒന്ന് ചോന്നോട്ടെ. എൻ്റെ മൂക്ക് നെറ്റിയാന്ന് പറയാം. കുറച്ച് വേദന ആണ് അതൊക്കെ. ബ്ലഷ് ഇട്ട് കഴിഞ്ഞു ഗൈസ്. കണ്ടോ, സ്ട്രോബ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ടാണ് ബ്ലഷ് ഇട്ടത്. നോട്ട് ദ പോയിന്റ്. കണ്ണെഴുതണം കുത്തി ഉണ്ടാക്കും ഞാൻ. എന്താണ് നീ എഴുതാൻ പോണേ? ഞാൻ അങ്ങോട്ട് നോക്കിയാ പോരെ, നേരെ നോക്കിയാ പോരെ? നടക്കണോ? കണ്ണടക്കണ്ട. കണ്ണടച്ച കണ്ണടക്കോളൂ. കണ്ണൻ തുറന്ന ഇത് ശരിക്കും ഉദ്ദേശിച്ചാണ് ഇഷ്ട. ഇതെന്തോ രണ്ടും ഒരേപോലെയാണ് ഇപ്പോ. ആയിട്ടില്ലടോ. തുണി ടിഷ്യൂ ആണോ? ടിഷ്യൂ എടുത്താ ഗൈസ്. കണ്ണിതാ, കണ്ണ് എഴുതിയിട്ടുണ്ട്. ഒരു നിമിഷം ആലോചിച്ചു പോയി. കല്യാണം കാട്ടി നീലിനെ തുടക്കണെന്തിനാ? ഡിസൈൻ വേറെ. അപ്പൊ നീ കണ്ണ് മൊത്തതോ ഇതൊക്കെ പോവല്ലേ കുടുങ്ങിയപ്പോ മനുഷ്യ നടക്കുന്നത്. നമ്മൾ ഒരു വട്ടം എഴുതിയത് മായ്ച്ച് ഇനി രണ്ടാമത് അണിഞ്ഞു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാരല്ല, ബ്ലഷ് അല്ല, ബ്ലഷ് ഇട്ടതല്ലേ. രണ്ടാമത്തെ വട്ടം വീണ്ടും എന്ത് കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചല്ല ഞാൻ. എഴുതിക്കോ, കുഴപ്പമില്ല. നത്തിങ് ഇമ്പോസിബിൾ. വേദനിക്കണ്ടേ മായ്ക്കുമ്പോ?
രണ്ടാമത് വട്ടം വായിച്ചു. ഇനി 3. ശരിക്കും അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇരുന്നാ മതി. ഓക്കെ. അതൊക്കെയല്ല. കഴിഞ്ഞാ ഞാൻ കണ്ണോർക്കട്ടെ. ഇത് ഇവിടെ ഇപ്പുറത്തേക്കൊന്നും എഴുതണില്ല. അടിയിലും എഴുതണം. അടിയിൽ എങ്ങനെ പിരിക്കണം, ഇവിടെ ഇങ്ങനെ നിർത്തില്ല. അതൊന്നും പറഞ്ഞു തരില്ല. അതെ ഇത് തന്നെ. കണ്ണോർക്കട്ടെ. ഇനി താഴത്തെ എഴുതണില്ല. കഴിഞ്ഞ് ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ കണ്ണ് എഴുതി തന്നത്. നെക്സ്റ്റ് എന്താണ്? ലിപ്സ്റ്റിക്. അടുത്തത് ലിപ്സ്റ്റിക്. ഇത് ലിപ്സ്റ്റിക്കാ? ഇത് ലൈനർ. എന്ത്? ലിപ്സ്റ്റിക് ഇടുന്ന മുമ്പ് ഇടുന്ന ലൈനർ. അടക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോ കണ്ടാൽ ഞാൻ പറഞ്ഞുതരാം. ലൈൻ ഇടുമ്പോൾ നമ്മൾ ചുണ്ട് അടച്ചിട്ടതാ. ശരിക്കും ഒന്നും കൂടെ അടയ്ക്കൂ. ഓക്കെ, ഇങ്ങനെ അടയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എൻ്റെ കറക്റ്റ് ലൈൻ കിട്ടും. തുറക്കൂ. ഉണ്ടാ, അപ്പൊ നമുക്ക് ചുണ്ടിന് കറക്റ്റ് ലൈൻ കിട്ടിയില്ലേ? ചുണ്ടിന് കറക്റ്റ് ലൈൻ കിട്ടി. നോക്കൂ, ലിപ്സ്റ്റിക് പോയടി. ഇതാണ് ലിപ്സ്റ്റിക്. പറഞ്ഞുതരാൻ പാടില്ല. ലിപ്സ്റ്റിക് ഇട്ടു. അങ്ങനെ ലാസ്റ്റ് പൗഡർ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് പെട്ടെന്ന് പോകില്ല. ഞാൻ നന്നാകട്ടെ ആവശ്യം. നന്നാകട്ടെ നന്നാകട്ടെ. ഗുഡ്. ഫൈനൽ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് നിങ്ങളെ മേക്കപ്പ്. ഇതിട്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ പിന്നെ പുറത്തേക്കും പറമ്പൊക്കെ പോവാം. ഗൈസ്, ഇതാണ് എനിക്ക് ചെയ്തു തന്ന മേക്കപ്പ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തോന്നണില്ലല്ലോ. നോക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ പിന്നാലെ പുതിയ ആപ്പിൾ എനിക്ക് ചെയ്തു തന്ന മേക്കപ്പ്. ഗൈസ്, നിങ്ങൾക്ക് ഇനി മേക്കപ്പിന്റെ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. വളരെ തുച്ഛമായ
ആ വളരെ അതന്നെ എന്ത് ഇതുപോലെ സുന്ദരമായി മേക്കപ്പ് ചെയ്ത് തരും. കണ്ടില്ലേ, ലിപ്പൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ലിപ് ലൈനർ ചെയ്തിരിക്കുന്നത്. ഐലൈനർ ഐലൈനർ പിന്നെ നമ്മൾ പറയേണ്ട അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഐലൈനർ നോക്കൂ, താഴത്തും മേലെയും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ലിപ്സ്റ്റിക് ഇതുപോലെ ആരെങ്കിലും ചെയ്തു തരുമോ? ഒരിക്കലും ഇല്ല. പറയാൻ വാക്കുകളില്ല എനിക്ക് മേക്കപ്പിന്. ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് എന്റെ രണ്ട് സൈഡ് കണ്ട തുടിത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് മേക്കപ്പ് ചെയ്യുക അല്ലേ? ഇങ്ങനെയാണ് ചെയ്യാ. ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യല്. ഞാൻ ഇങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ചെയ്തു പോവല്. അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രത്തിനുള്ള ഗൈസ്. ബൈ ബൈ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.